നമ്മുടെ ഇഷ്ടങ്ങൾ പടച്ചവന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചെങ്കിൽ മാത്രമേ നമുക്ക് സമയം ലഭിക്കുകയുള്ളൂ. ആ നിലക്ക് നാം നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശീലനമാണ് യഥാർത്ഥത്തിൽ റമദാൻ. റമദാനിൽ നാം വിശപ്പ് സഹിക്കുന്നത് നമ്മുടെ മുന്നിൽ ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, നാം ദാഹിച്ചിട്ടും വെള്ളം കുടിക്കാത്തത് നമ്മുടെ മുമ്പിൽ വെള്ളമില്ലാഞ്ഞിട്ടല്ല, നമ്മെ ഒരുപാട് തെറി പറയുന്ന ആളുകളോട് തിരിച്ച് തെറി പറയാൻ നമുക്ക് അറിയാഞ്ഞിട്ടല്ല, മറിച്ച് അതൊക്കെ നാം ചെയ്യുന്നത് സർവശക്തന്റെ കൽപ്പനക്ക് കീഴ്പ്പെട്ട് നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ നോമ്പ് യഥാർത്ഥത്തിൽ നമുക്ക് വലിയൊരു പരിശീലനമാണ് നൽകുന്നത്. മറ്റ് 11 മാസക്കാലത്തേക്ക് ഉപകരിക്കുന്ന ഒരു പരിശീലനം, പ്രാവർത്തികമാക്കേണ്ട ഒരു പരിശീലനം. ആ പരിശീലനത്തിന് വേണ്ടിയിട്ടാണ് ഈ നോമ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട്, അവന്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് നാം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുകയും നമ്മുടെ വിചാരങ്ങളെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ നാം നമ്മുടെ റബ്ബുമായി ഒരു മനസ്സ് തുറന്ന ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സ് തുറന്ന ഒരു ബന്ധം, ആ ബന്ധമാണ് യഥാർത്ഥത്തിൽ ഈമാൻ. ഈമാനിന്റെ അടിത്തറയാണത്. ആ ഈമാനിന് വേണ്ടി മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഈമാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ശേഷമുള്ള ഉത്തമ നൂറ്റാണ്ടുകളിലുമൊക്കെ പരിവർത്തനം ഉണ്ടാക്കിയത്. ഏറ്റവും അധസ്ഥിതിയിൽ കിടന്നിരുന്ന അധമന്മാരായി അധപ്പതിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്തിന്റെ ഉത്തുംഗതയിലേക്ക് ഉത്തമന്മാരായി ഉദാത്ത മാതൃകയുള്ളവരായിക്കൊണ്ട് മാറ്റി തീർത്തത് ഈ ഈമാനായിരുന്നു. മറ്റൊരു ചരിത്രം കൂടി നമുക്ക് ഈ റമദാൻ നൽകുന്നുണ്ട്. ബദറിന്റെ സന്ദേശം എന്താണ്? ആ ഈമാനിന്റെ കരുത്തുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ലഭിച്ച ഒരു വിജയം. ശക്തിയും ആയുധപരവും തന്നെ അജണ്ടകൾ നിശ്ചയിക്കുന്ന ഒരവസ്ഥയല്ല, അതൊക്കെ ഗൂഢവിശ്വാസമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ വിജയം. അപ്പോൾ ഈമാനിന്റെ കരുത്തുകൊണ്ടായിരിക്കണം നാം ജീവിക്കേണ്ടത്. അതായിരുന്നു ആ നൂറ്റാണ്ടുകളിലുള്ള ആളുകളൊക്കെയും ജീവിച്ചത്. അതോടൊപ്പം തന്നെ അവർ പരസ്പര സഹായത്തിന്റെയും സഹകരണത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഉദാത്ത മാതൃകളായിരുന്നു. അതും അവർ ഈമാനിന്റെ ഭാഗമായിക്കൊണ്ട് കണ്ടു. ഈമാനിന്റെ ഭാഗമായിക്കൊണ്ടാണ് അത്തരം പ്രവൃത്തികളും അവർ കണ്ടത്. അങ്ങനെ അവർ മറ്റുള്ളവർക്ക് സഹായികളായിക്കൊണ്ട് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് അവർ വിജയിച്ച് വരാൻ തന്നെ അതാണ് കാരണമായി തരുന്നത്. നമുക്കറിയാം, നമുക്ക് നമ്മോട് തന്നെ ബാധ്യതകളുണ്ട്, നമ്മുടെ കുടുംബത്തോട് ബാധ്യതയുണ്ട്, നമ്മുടെ സമൂഹത്തോട് ബാധ്യതയുണ്ട്, നമ്മുടെ അയൽവാസികളോട് ബാധ്യതയുണ്ട്. മാതാവിന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന് ഇസ്ലാം പറഞ്ഞു. അതുപോലെ തന്നെ അയൽവാസികളോടുള്ള കടമകൾ അധികരിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനന്തരാവകാശം പോലും അയൽവാസിക്ക് നിർബന്ധമാകുമോ എന്ന് സംശയമുണ്ടായിരുന്നു ഹദീസുകൾ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യരോടുള്ള ബന്ധം അത് ഈമാനിന്റെ ഭാഗമാണ്. മനുഷ്യന്മാരെ ദ്രോഹിച്ചും വെറുപ്പിച്ചും ആക്രമിച്ചും ഒരിക്കലും അള്ളാഹുവിന്റെ പ്രീതി നേടാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ പ്രീതി നേടണമെങ്കിൽ മനുഷ്യരോട് നല്ലതൊക്കെ വർദ്ധിക്കുക തന്നെ ചെയ്യണം. നമുക്ക് ബാധ്യതകളുണ്ട്. ഫർദ് കിഫായ, ഫർദ് ഐൻ എന്ന് കാണാൻ സാധിക്കും. ഫർദ് ഐൻ എന്ന് പറഞ്ഞാൽ നാം സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫർദ് കിഫായ എന്ന് പറഞ്ഞാൽ സമൂഹം മൊത്തത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്.